നമ്മുടെ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നില്ല ട്രെൻഡിങ് എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, അതെല്ലാ മേഖലയും ബാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ വാർത്തയുടെ കാര്യത്തിലും വാർത്താ ബുള്ളറ്റിനുകളുടെ കാര്യത്തിലായാലും വാർത്താ ചാനലുകളുടെ കാര്യത്തിലാണെങ്കിലും ട്രെൻഡിങ് എന്ന് പറയും. അപ്പോൾ എന്താണോ ട്രെൻഡിങ് അല്ലെങ്കിൽ ട്രെൻഡിങ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്ന നിലയിലേക്കൊക്കെ ഉള്ള ഒരു വലിയ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അത് പലപ്പോഴും ആരോഗ്യപരമാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല, അൺഹെൽത്തി കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും വാർത്ത എന്ന് പറയുന്നത് ആളുകളിൽ ശരിയായി എത്തേണ്ട കാര്യമാണ്. അപ്പോൾ അവിടെ എവിടെയൊക്കെയോ അതിൻ്റേതായിട്ടുള്ള ഈ കോമ്പറ്റീഷൻസ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കി അറിയാം, നമ്മളെപ്പോഴും പറയില്ലേ പഴയ കാലത്ത് എങ്ങനെ ദൂരദർശൻ സ്റ്റൈൽ ഓഫ് ന്യൂസ് പ്രസൻറ്റേഷൻ എന്ന് പറയും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ആക്ച്വലി കൈരളിൽ വന്നെങ്കിലും ദൂരദർശനിൽ എനിക്ക് സെലക്ഷൻ കിട്ടി, ഞാൻ ആ പാനലിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ചു കാലം. അന്ന് അക്കാലത്തെ ദില്ലിയിൽ നിന്ന് സുനിത് താണ്ടൻ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ന്യൂസ് പ്രസൻറ്റർ ഉണ്ട്. അന്നത്തെ ദൂരദർശൻ്റെ ഇംഗ്ലീഷ് ന്യൂസുകൾ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തി. അദ്ദേഹം ഞങ്ങൾക്ക് ട്രെയിനിങ് എടുക്കാൻ ഒക്കെ വരുന്നൊരു കാലമാണ്. അന്നാലോചിച്ച ഒരു ഇൻസിഡൻറ്റ് ഞാനിപ്പോൾ ഓർക്കുന്നത്. അപ്പോൾ ദൂരദർശനിൽ വാർത്ത വായിക്കുമ്പോൾ പ്രസൻറ്റർ വാർത്ത വായിച്ചിരിക്കുമ്പോൾ ഓർക്കാമല്ലോ, ഒട്ടും ചലിക്കാതെ വളരെ കൃത്യമായി ക്യാമറ നോക്കി ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന കാലം. അപ്പോൾ ഇങ്ങനെ ഫേസിലൊരു ഈച്ച വന്നിരിക്കുകയാണ് പ്രസൻറ്ററുടെ. അപ്പോൾ ഈ മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അതിനോട് റെസ്പോണ്ട് ചെയ്യാതെ വാർത്തയിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നൊരു കാലമായിരുന്നു. അപ്പോൾ സുനിതാണ്ടൻ പറയുന്നുണ്ട്, സത്യത്തിൽ നമ്മൾ ആ ഒരു കൈ കൊണ്ട് ആ ഈച്ചയെ തട്ടി മാറ്റി നമ്മൾ കാഷ്വലായി ബിഹേവ് ചെയ്യുന്ന തെറ്റ് ഇങ്ങനെ ആലോചിക്കുന്നൊരു കാലമാണ് അന്നത്തെ കാലം. ഇത് അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ എന്തെല്ലാം മാറി സങ്കല്പിക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ വാർത്താ പ്രസൻറ്റേഷൻ്റെ രീതി എല്ലാം മാറി, നമ്മുടെ ടേസ്റ്റ് മാറിയിട്ടുണ്ട്, അഭിരുചികളെല്ലാം മാറുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് സ്വാഭാവികം അത് മാറുന്നുണ്ട്. അത് കുറച്ചുകൂടെ കാഷ്വൽ ആകുന്നു, വളരെ ഇൻട്രാക്റ്റീവ് മോഡിലേക്ക് കൊണ്ടുപോകുന്നു. പലപ്പോഴും നമ്മൾ സ്റ്റുഡിയോ വിട്ടിട്ട് പുറത്തേക്ക് പോകുന്നു, ഇൻസിഡൻസ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് കൂടുതൽ കവർ ചെയ്യുക എന്ന്